നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. എസൻസ് ഒന്നും ചേർക്കാതെ ചിക്കൻ ഫ്രൈ ചെയ്യാതെ നല്ല ടേസ്റ്റിലും വളരെ എളുപ്പത്തിലും അതിൻ്റെ മസാലയും റൈസും എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ ചെറിയ ബിരിയാണി റൈസ് ഈ ഗ്ലാസിൻ്റെ അളവിൽ 4 ഗ്ലാസ് എടുക്കുന്നുണ്ട്. അതായത് 1 കിലോത്തിൻ്റെ അടുത്ത് വരും. അത് നമുക്ക് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. ഈ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് ചിക്കൻ വേവിച്ച് വയ്ക്കാം. പിന്നെ മസാലയ്ക്ക് വേണ്ടിയുള്ള സവാളയും മറ്റും കട്ട് ചെയ്തും വയ്ക്കാം. ഇവിടെ ഞാൻ ഒരു ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇതുപോലെ വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഞാൻ ഒരു വിസിൽ വന്നപ്പോൾ സിമ്മിൽ ഒരു 4 മിനിറ്റ് വെച്ചിട്ടാണ് വേവിച്ചെടുത്തത്. നിങ്ങളുടെ കുക്കറിൽ എങ്ങനെയാണോ വേകുന്നത് അത്രയും സമയം വെച്ച് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്തുടഞ്ഞൊന്നും പോകാൻ പാടില്ല. ഒരു 1/4 വേവ് മതിയാകും. ഇനി ഞാനിവിടെ റൈസ് വേവിക്കാൻ കുക്കറിൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 4 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം മാത്രമാണ് വെച്ചത് കുക്കറിലായതുകൊണ്ട്. പിന്നെ നമ്മൾ റൈസ് സോക്ക് ചെയ്ത കാരണം ഒരുപാട് വേവും ഉണ്ടാവില്ല. വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതാ വേവിച്ച് വെച്ച ചിക്കനാണിത്. ഇനി ആ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 5 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 4-5 കഷ്ണം പട്ട, വളരെ തിന്നായ കറുകപ്പട്ട ആയത് കാരണം അത്ര ഇട്ടത്. ഇനി നമുക്ക് ഒരു 7-8 കറിയാമ്പും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ആ കുതിർത്ത് വെച്ച അരി കഴുകി വാരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. ഉപ്പ് പോരെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കണം. വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ചോറിന് ഉപ്പ് കറക്റ്റ് ആകുള്ളൂ. ഇനി നമുക്കിതിനാവശ്യമായ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണും അല്പം കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നറുനെയ്യ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് നെയ്യ് പോരാന്നുണ്ടെങ്കിൽ വെന്തതിന് ശേഷം അല്പം നെയ്യും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. വെയിറ്റ് ഇട്ടതിന് ശേഷം വിസിൽ വരാറാകുമ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കുക. 4 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു വലിയ ചീനച്ചട്ടിയിൽ 4 വലിയ സവാള തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഒരു 6-7 പച്ചമുളക് എരിവുള്ളതാണ്. അതും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണത്. ഇനി ഒരു 7 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം വഴന്നതിന് ശേഷം മാത്രം നമുക്ക് ആ ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ഞാൻ വഴറ്റിയെടുത്തത്. ഇഞ്ചി ചേർത്തതിന് ശേഷം ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലായത് കാരണം നമുക്ക് അപ്പം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. തക്കാളി നന്നായിട്ട് പൾപ്പി ആകണം. നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നോട്ടെ. ഇപ്പോൾ ഉടഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളി ചേർത്തതിന് ശേഷം ഞാൻ 3-4 മിനിറ്റ് കൂടെ വഴറ്റി. അപ്പോഴാണ് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ പ്രധാനമായും പുതിനയില അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പുതിനയില ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതാ സവാളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാ ഇത്രയും മതി. ഇനി നമുക്ക് ഇത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിന് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിന് വേണ്ട പൊടികളും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ വേണ്ടത് അല്പം പുളിയാണ്. നമുക്കൊരു പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുരു അതിനകത്തേക്ക് വീഴാതെ നോക്കണം. എന്നിട്ട് ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച ഇറച്ചിയും കൂടി അതിനകത്ത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് മൂടി 5 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് എടുക്കണം. ആ മസാലയുടെ ടേസ്റ്റൊക്കെ ഇറച്ചിയിലൊന്ന് പിടിക്കാനുണ്ട്. നല്ല ടേസ്റ്റിയായ മസാലയാണിത്. നിങ്ങൾ എന്തായാലും ഇതുപോലെ മസാല തയ്യാറാക്കി നോക്കണം. ഏതാണ്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് അല്പം വെള്ളമുണ്ട്, അത് വറ്റണ്ട. നമുക്ക് ചോറിന് അല്പം മയം ഉണ്ടാകും. ആ വെള്ളവും കൂടി മിക്സ് ആകുമ്പോൾ ചോറിന് നല്ല ടേസ്റ്റും ഉണ്ടാകും. നമുക്ക് വേണമെങ്കിൽ ആ റൈസ് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ നമുക്ക് തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ റൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉടനെ തന്നെ സെർവ് ചെയ്യാം. റൈസിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഈ മസാലയുടെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. റൈസൊക്കെ നന്നായിട്ട് വിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ അടി വരെ നന്നായിട്ട് വിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റ് വേവായിരുന്നു. ചെറിയ ചെറിയ അരിയായത് കാരണം ഒരുപാട് വേവും ഉണ്ടായില്ല. നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടാണല്ലോ റൈസ് വേവിച്ചത്. അപ്പം വേവ് കുറച്ച് കുറവായിരുന്നു. പിന്നെ അതുമല്ല ഈ കുക്കർ നിറച്ച് റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആ ടൈം കുറച്ച് 4 മിനിറ്റ് മാത്രമേ ഞാൻ സിമ്മിൽ വെച്ചുള്ളൂ. വിസിലടിക്കാനും അനുവദിച്ചില്ല. വിസിലടിച്ച് പോയെങ്കിൽ നമുക്കൊരു പക്ഷേ അത് വെന്ത് പോകുമായിരുന്നു. ഇതിപ്പോൾ കറക്റ്റ് വേവായിട്ട് നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.